ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുപ്പുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പൊതുവെ നേരിടുന്ന ഒരു പ്രശ്നമാണ് യെല്ലോ ഫ്ലെയിം. യെല്ലോ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും യെല്ലോ ഫ്ലെയിം വരാം. പക്ഷേ അതിനകത്തൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യെല്ലോ ഫ്ലെയിം വന്നു കഴിഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ആൾക്കാരൊക്കെ കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. കാര്യം പാത്രത്തിന് താഴത്തൊക്കെ നന്നായിട്ട് കരിയൊക്കെ പിടിച്ചിട്ട് അത് തൂത്ത് കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടിട്ടാണ് ഈ യെല്ലോ ഫ്ലെയിം വരുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു അടുപ്പിൻ്റെ അകത്ത് അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അടുപ്പിനകത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു സർവീസ് ടെക്നീഷ്യനെ വിളിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നൊരു ഹോബാണ്, ബിൽറ്റിൻ ഹോബാണ്. ഇപ്പോൾ ബിൽറ്റിൻ ഹോബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കുക്ക് ടോപ്പ് ആയിക്കോട്ടെ, എല്ലാത്തിനും സെയിം പ്രൊസീജിയർ തന്നെയാണ്. വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ബർണറിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം മെക്കാനിക്കൽ പ്രോസസ്സിങ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാൻ സപ്പോർട്ട് ആദ്യം എടുത്ത് മാറ്റാം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഈ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ബർണറിൻ്റെ കോലം ഏകദേശം അറിയാൻ പറ്റും. ഈ ബർണർ ഒരു ഡി ഷേപ്പാണ്, അതായത് ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അടിഭാഗം എല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട്, മേൽഭാഗം അൺഷേപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു ബർണർ ആയാലും ഇപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ ഏകദേശം തുരുമ്പെടുത്ത് ദ്രവിച്ചിട്ടുണ്ട്. ഇതൊരു കാസ്റ്റ് ആൻഡ് മെറ്റീരിയലാണ്, അതുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ ദ്രവിച്ചു പോകുന്നത്. ഇത് ബ്രാസ് ആണെങ്കിൽ ഇങ്ങനെ ദ്രവിച്ചു പോകത്തില്ല. ഈ യെല്ലോ ഫ്ലെയിം വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിളൊക്കെ വന്ന് കിടന്നു കഴിഞ്ഞാൽ യെല്ലോ ഫ്ലെയിം ഓട്ടോമാറ്റിക്കലി. ഈ ഒരു ബർണറിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ താരതമ്യേന ചെറിയൊരു ബർണർ, രണ്ട് ഒരേ ടൈപ്പ് ബർണർ, ഏറ്റവും വലിയൊരു ബിഗ് ബർണർ. അപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ഏകദേശം ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്കറിയാം. ഫുള്ള് ഇതിൻ്റെ ബർണർ എല്ലാം പോയിരിക്കുന്നതാണ്. ഏതൊരു നല്ലൊരു പുതിയ ടൈപ്പ് ബർണറൊന്നല്ല, ഇത് കുറച്ച് പഴയ മോഡലാണ്. അപ്പോൾ ഇത് ഇത്രയും ഡാമേജ് ആയിട്ട് കൂടി ഇതിനകത്തു നിന്ന് വരുന്ന ഫ്ലെയിം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇതെല്ലാം പൊടിഞ്ഞ് ഇളകി താഴെ കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇത്രയും മോശമായിട്ടാണ് ഇതിൻ്റെ അവസ്ഥ കിടക്കുന്നത്. ഈ ബർണറിൻ്റെ മുകളിലുള്ള അഴുക്കുകളൊക്കെ കണ്ടില്ലേ, മൊത്തം നല്ലോണം അഴുക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത്. അത് ഉപയോഗിച്ചിട്ട് സ്പീലേജ് വരുന്നതും ഒക്കെ വന്ന് വീഴുന്നതിൻ്റെ പുറത്തേക്കാണ്. ഈ ഒരു ബർണറിനകത്ത് ഉപയോഗിക്കുന്ന ജെറ്റും ഈ ഒരു ബർണറിനകത്ത് ഉപയോഗിക്കുന്ന ജെറ്റും ഡിഫറെൻ്റ് ആണ്. മൂന്ന് സൈസാണ്. 3 സൈസ് എന്ന് പറഞ്ഞാൽ ഇതൊരു 90 സൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 58 സൈസാണ്, ഇതൊരു 65 സൈസായിരിക്കും. അപ്പോൾ ഈ യെല്ലോ ഫ്ലെയിം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് സ്പ്രേ ചെയ്യുന്നൊരു പാർട്ടിൻ്റെ പേരാണ് ഇഞ്ചക്ടർ. ആ ഇഞ്ചക്ടർ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഊരിടുക. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇഞ്ചക്ടറിനകത്ത് ഒരു കുഞ്ഞു ഹോളുണ്ടാവും, ഇതുപോലെ ചെറിയൊരു ഹോള്. ഇത് എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മറ്റേ ബ്രെഡൊക്കെ കെട്ടി വരുന്നൊരു ടാഗാണ്. ഇത് എല്ലാ കമ്പനികൾക്കും ഇല്ല, ചില കമ്പനികൾക്ക് ടൈ ഇട്ട് വരാറുണ്ട്. കുറേ അധികം കമ്പനികൾക്ക് ഇങ്ങനത്തെ ഒരു ഇതുപോലെ നേരിയൊരു കമ്പി വരുന്നതും ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളൊരു ടാഗ് വരുന്നുണ്ട്. ഇത് നമുക്ക് അടുപ്പിൻ്റെയൊക്കെ ജെറ്റ് ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണത്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കണ്ടില്ലേ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം. കാര്യം ഇതിൻ്റെ ഹോള് വലുതാവില്ല. നേരെ മറിച്ച് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച്, അതായത് ഇതുപോലത്തെ ഒരു വലിയൊരു സേഫ്റ്റി പിന്ന്, ഇതിൻ്റെ ഉള്ളിലോട്ട് കയറത്തില്ല, ടൈറ്റാണ്, ഉള്ളിലോട്ട് കയറി പോകില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ഫോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഹോള് ഓവറായിട്ട് ബിഗ് സൈസ് ആവും. ഈ ഒരു കാരണം കൊണ്ടിട്ട് അടുപ്പിൻ്റെ ബർണർ യെല്ലോ ഫ്ലെയിമായിട്ട് കത്തും. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് കാണിച്ചു. ഇതിപ്പോൾ നമ്മളിതിൻ്റെ ഒറിജിനൽ ജെറ്റ്, ഇതിനകത്തുള്ള ജെറ്റ് തന്നെ നമ്മൾ ഇട്ടേക്കണം. അതിൻ്റെ ഫ്ലെയിം ആദ്യം ഒന്ന് ഫസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പോൾ ഇതിനകത്ത് ആ ഒരു കറക്റ്റ് ബ്ലൂ ഫ്ലെയിം വരുന്നുണ്ട്, ഇടയ്ക്കിടക്കായിട്ട് പൊട്ടി യെല്ലോ ഫ്ലെയിം വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലെയിം എന്ന് പറഞ്ഞത്. ആ പൊട്ടി യെല്ലോ ഫ്ലെയിം വരുന്നത് എല്ലാ ബർണറിലും ഉണ്ടാവും. ഇനി നമുക്കിതിനെ ഈ ഇഞ്ചക്ടറിനെടുത്ത് ഊരി മാറ്റാം. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ യെല്ലോ ഫ്ലെയിം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ
കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കത് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ആ വലിയ ജെറ്റ്, അതായത് ഹോൾ സൈസ് വലുതായിട്ടുള്ളൊരു ജെറ്റ് നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിട്ടു. നമ്മൾ തിരിച്ച് ആ ബർണർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു. ഇനി നമ്മളിത് കത്തിക്കാൻ പോണേ. കണ്ടോ, ഇപ്പോൾ ഫ്ലെയിം കൂടി, ഒരുപാട് ഓവർ ഫ്ലെയിമായി. അപ്പോൾ അതിനകത്ത് മഞ്ഞ കളറ് കൂടുതലായിട്ട് കത്തുന്നത് കണ്ടില്ലേ. നേരത്തെ നമ്മൾ കത്തിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു പൊട്ട് ഉണ്ടായുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇവിടെ ഈ സൈഡിൽ കൂടി നോക്കിയാൽ അറിയാം, ഈ സൈഡിലൊക്കെ യെല്ലോ കയറി കിടക്കുന്നതുണ്ടോ. ഈ യെല്ലോ കയറി കിടക്കുന്നത് കൊണ്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഏത് പാത്രം വെച്ചാലും പാത്രത്തിന് താഴെ നന്നായിട്ട് കരി പിടിക്കും. അപ്പോൾ കൂടുതൽ ഓവർ സൈസായിട്ടുള്ള ജെറ്റ് വന്നാലാണ് ഇങ്ങനത്തെ ഒരു യെല്ലോ ഫ്ലെയിം വരുന്നത്. ഫസ്റ്റ് കാര്യം, അതായത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഈ സേഫ്റ്റി പിന്നൊക്കെ വലിയൊരു പിന്നൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ തുറന്ന് കളയുന്ന പോലെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് കൂടുതലും ഇതിനകത്ത് യെല്ലോ ഫ്ലെയിം കയറുന്നത്. അടുത്തൊരു റീസൺ വരുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ബർണറിനകത്തേക്ക് നമ്മൾ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾ, ഇപ്പം നമ്മളുടെ എന്തെങ്കിലും ഭക്ഷണം പാചകം ചെയ്യുന്ന കൂട്ടത്തിലുണ്ടാകുന്ന ഫുഡ് പാർട്ടിക്കിൾ എന്തെങ്കിലും ഇതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അത് ഇത്രയും വലുതാകണമെന്നൊന്നുമില്ല, ചെറുതായാലും വലുതായാലും, അല്ലെങ്കിൽ എന്തെങ്കിലും ചോറിൻ്റെ തരിയോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലുമൊക്കെ ഫുഡ് പാർട്ടിക്കിൾ സൈഡിലിരുന്നിട്ട് ആ ബർണറിൻ്റെ പുറത്തിരിക്കും. എന്നിട്ട് നമ്മൾ കത്തിക്കുന്ന സമയത്ത് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും കണ്ട ഇതേപോലെ ഒരു ഫ്ലെയിം അടിക്കും. ഇപ്പോൾ യെല്ലോ ഫ്ലെയിം വരുന്ന കണ്ട. ഇങ്ങനൊരു കാരണം ഉണ്ടെങ്കിൽ കൂടി അതിപ്പോൾ കത്തി തീർന്നു പോയാലും അതിങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ യെല്ലോ ഫ്ലെയിം വന്ന് നമ്മുടെ പാത്രത്തിന് താഴത്ത് കരി പിടിക്കും. അപ്പോൾ ഇതും ഒരു കാരണം തന്നെയാണ്. ക്ലീനിങ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ യെല്ലോ ഫ്ലെയിം കൃത്യമായിട്ട് വരും. ഇതിപ്പോൾ ഇത് മാറ്റി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ യെല്ലോ ഫ്ലെയിം മാറി നോർമൽ ഫ്ലെയിമിലേക്ക് വന്നിട്ടുണ്ട്. കറക്റ്റ് ബ്ലൂ ഫ്ലെയിമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഈ ക്ലീനിങ് ഒരു കാരണം കൊണ്ട് തന്നെ ഇതിനകത്ത് യെല്ലോ ഫ്ലെയിം വരാം. കൂടുതൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ടുള്ള സൈസ് ഇഞ്ചക്ടർ ക്ലീനർ ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ തന്നെ യെല്ലോ ഫ്ലെയിം ഒരുപാട് കയറി വരാം. ഇതുപോലത്തെ ചെറിയ കമ്പി ഉപയോഗിച്ച് മാത്രം ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ബർണറിൻ്റെ ഷേപ്പ് ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തന്നില്ലേ, ഇത് കണ്ടില്ലേ. ഇത്രയും മോശമായിരുന്നിട്ട് കൂടി ഇതിൻ്റെ അകത്ത് നിന്ന് യെല്ലോ ഫ്ലെയിം വരുന്നില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇഞ്ചക്ടറിൻ്റെ ഹോള് ഒരുപാട് ഓവർ സൈസായിട്ടാണ് അതിനകത്ത് യെല്ലോ ഫ്ലെയിം വരാനുള്ള ഓവറായിട്ടുള്ള കാരണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഗ്യാസും ഓക്സിജനും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ബർണറിനകത്തേക്ക് കറക്റ്റായിട്ട് ഫ്ലെയിം എത്തുന്നത്. അതിന് പകരം ഗ്യാസ് കൂടുതൽ വരും. ഗ്യാസ് ഓവറായിട്ട് വന്നിട്ട് എയർ കുറച്ചും വരുമ്പോഴത്തേക്കാണ് മഞ്ഞ കളറിൽ ഫ്ലെയിം വരുന്നത്. നേരെ മറിച്ച് ഗ്യാസും ഓക്സിജനും കൂടി കറക്റ്റായിട്ടുള്ള റേഷ്യോയിലാണ് വരണമെന്നുണ്ടെങ്കിൽ നല്ല ബ്ലൂ ഫ്ലെയിമായിട്ട് കിട്ടും. അപ്പോൾ അതിനൊരു മെയിൻ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇഞ്ചക്ടറാണ്. നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ച ഈ ഒരു ഇഞ്ചക്ടർ. ഈ ഇഞ്ചക്ടറിൻ്റെ ഹോൾ വലുതായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം മാറും, ആ റേഷ്യോ മാറും. റേഷ്യോ മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ യെല്ലോ ഫ്ലെയിമിൻ്റെ ഇഷ്യൂ വരും. രണ്ടാമത്തത് ഫുഡ് പാർട്ടിക്കിൾ, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരുന്ന പ്രോബ്ലംസുകൾ. ഇനി നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഇതുപോലത്തെ ബ്രാസ് ബർണറാണെന്ന് വിചാരിക്കട്ടെ. ഇത് ബ്രാസ് ബർണറാണ്. ഈ ബ്രാസ് ബർണർ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ബർണർ എന്തെങ്കിലും കാരണവശാൽ ബെൻഡായി പോയെങ്കിൽ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടിയാണ് ഒരു ബെൻഡ് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഈ ഒരു ഗ്യാപ്പിൽ കൂടിയാണ് ഫ്ലെയിം വരുന്നത്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരിക്കലും യെല്ലോ ഫ്ലെയിം വരില്ല. ഇതിൻ്റെ ഈ ഹോൾസുകൾ അടഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടി ഈ ഹോൾസിൽ കൂടി ഫ്ലെയിം വരാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹോൾസിൽ കൂടി മാത്രം വരുമ്പോഴത്തേക്കാണ് ഫുള്ളായിട്ട് ബർണർ കത്താതെ വരുമ്പോൾ മാത്രമാണ് യെല്ലോ ഫ്ലെയിം വരുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ബർണറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഹോൾസ് എല്ലാം ഒരു ഫ്രീക്വൻറ്റ് ടൈം വെച്ചിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. കാര്യം ഇതിൻ്റെ അകത്തൊക്കെ തിളച്ചൊക്കെ വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞ് അതിൻ്റെ അകത്തിരുന്നുള്ള ഫുഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ കൂടെ ഫ്ലെയിം വരുമ്പോഴത്തേക്കും യെല്ലോ ഫ്ലെയിം വരും. ഇനി ഇതെല്ലാം നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ സഹായത്തോടുകൂടി ഇപ്പം നിങ്ങൾ ചെയ്ത പോലെ ഇഞ്ചക്ടറിൻ്റെ ഹോൾ വലുതായി പോയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രബിൾ കൊണ്ടിട്ടാണോ വരുന്നതെന്ന് ഒരു ടെക്നീഷ്യൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അവർ വന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സൈസ് ജെറ്റ് വലുതായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറിയ ജെറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഫ്ലെയിം ആക്കി തരും.
അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യൻ സഹായം നിങ്ങൾക്ക് ആവശ്യപ്പെടാം, അവരത് റെഡിയാക്കി തരും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ യെല്ലോ ഫ്ലെയിം വരുന്നത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.